ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ആ സിമെൻറ്റ് ബെഞ്ചിൽ റാം നേരത്തെ എഴുതി വെച്ച അവൻ്റെ പേരിനോടൊപ്പം മല്ലി അവളുടെ പേരും കൂടി എഴുതി ചേർത്തു. കൂട്ടിയിട്ടിരുന്ന ബാഗുകളുടെ കൂട്ടത്തിൽ മഞ്ഞ നിറത്തിലുള്ള ട്രാവൽ ബാഗ് കണ്ടതും റാം വെട്രിയുടെ കയ്യിൽ ബലമായി പിടിച്ചമർത്തി. റാം പറയാതെ തന്നെ വെട്രിയും രേഷ്മയും പാട്ടിയും ആനന്ദിയുടെ ആ ബാഗിനെ തിരിച്ചറിഞ്ഞിരുന്നു. അവർ 4 പേരും പാറയിൽ നിന്നും വെപ്രാളത്തോടെ എഴുന്നേറ്റു. അവസാന നിമിഷം വരേക്കും അവരിൽ അവശേഷിച്ചിരുന്ന ആനന്ദി എന്ന പ്രതീക്ഷയുമായിട്ടായിരുന്നു ദയമാത എന്ന ബോട്ട് അവർക്കരികിലൂടെ കടന്നുപോയത്. അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലാണിത്. വളരെ മനോഹരമായ, വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയ ഒരു നോവൽ കൂടിയാണ്. ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇതിന് ലഭിച്ചിട്ടുണ്ട്. പുതിയ തലമുറയെ വായനയിലേക്ക് പ്രേരിപ്പിക്കാൻ പ്രചോദിതമായ ഒരു നോവൽ എന്ന നിലയിൽ കുട്ടികളുടെ ഇടയിൽ വളരെ പ്രചാരമുള്ള ഒരു നോവൽ കൂടിയാണ്.